ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. തുടരും എന്ന സിനിമയിലെ ജോർജ് എന്ന പോലീസ് കഥാപാത്രം ചെയ്യാൻ മലയാളത്തിൽ നിന്നും ആലോചിച്ച ചില നടന്മാരെക്കുറിച്ച് സംസാരിക്കുകയാണ് തരുൺ മൂർത്തി. മലയാളത്തിലെ പല നടന്മാരും ഞങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെന്നും എന്നാൽ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവരെയൊക്കെ സമീപിക്കാൻ കഴിയാതിരുന്നതെന്നും തരുൺ മൂർത്തി പറയുന്നു. ഞാൻ ഈ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ട് 40 ദിവസത്തിനുള്ളിലാണ് ഇത് ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. ലാലേട്ടൻ ഒരു ഡേറ്റ് തന്നു. ആദ്യം അത് 30 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാലേട്ടന്റെ കുറച്ച് തിരക്ക് വന്നതുകൊണ്ട് അത് 10 ദിവസം കൂടെ നമുക്ക് കിട്ടിയതാണ്. ഈ ദിവസത്തിനുള്ളിലാണ് ശോഭനാമയം വരുന്നതും ബിനു വരുന്നതും മണിയമ്പിള്ള രാജുചേട്ടൻ വരുന്നതും പോലീസുകാരൊക്കെ വരുന്നതും. ഇത് ഈസി പ്രോസസ്സേ അല്ല. അവരെ കണ്ടെത്തി ഓഡിഷൻ ചെയ്ത് വർക്കൗട്ട് ആകുമോ എന്നൊക്കെ നോക്കണം. ലാലേട്ടന്റെ അടുത്ത് കഥ പറയുമ്പോൾ അദ്ദേഹവും ആന്റണി ചേട്ടനുമൊക്കെ ആരായിരിക്കും ഇതിലെ വില്ലൻ എന്ന് ചോദിക്കുന്നുണ്ട്. സാധാരണ കോർപ്പറേറ്റ് വില്ലനൊന്നുമല്ലല്ലോ, ഇതൊരു ചെറ്റ വില്ലനല്ലേ. ഇവനേക്കാൾ വലിയ ചെറ്റ വേറെയില്ല. ആര് ചെയ്യും തരുണേ എന്ന് ചോദിക്കുമ്പോൾ കണ്ടെത്താം ചേട്ടാ എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ പല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്, ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. മലയാളം ആർട്ടിസ്റ്റുകളിലൂടെ ഒരു റൗണ്ട് പോയി. മലയാളത്തിൽ വിജയരാഘവൻ ചേട്ടനുണ്ട്. ഉഗ്രൻ ആർട്ടിസ്റ്റാണ്, ഉഗ്രൻ പെർഫോമറാണ്. പിന്നെ സിദ്ദിഖിക്കയുമുണ്ട്, അദ്ദേഹവും ഉഗ്രൻ പെർഫോമറാണ്. ലാലു അലക്സ്, മുകേഷ് ചേട്ടൻ, ജഗദീഷ്, അങ്ങനെയങ്ങ് നീളുകയാണ്. എന്നാൽ ഇവരെയൊക്കെ ഇട്ടാൽ ഇതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാകില്ല. ഈ ക്യാരക്ടർ ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്. അടുത്ത സീനിൽ ഇയാൾ എന്തു പറയുമെന്നോ ഇയാളുടെ അടുത്ത ലുക്ക് എങ്ങോട്ടായിരിക്കുമെന്നോ പോലും പ്രേക്ഷകർ ചിന്തിക്കാൻ പാടില്ല. സിദ്ദിഖിക്ക് ആണെങ്കിലും വിജയരാഘവൻ ചേട്ടനാണെങ്കിലും അവർ വെറൈറ്റി ആയിട്ട് ചെയ്താൽ പോലും ഇവര് വില്ലനാണോ എന്ന് ആളുകൾ ചിന്തിക്കും. ഇയാളുടെ ആദ്യത്തെ ഹലോ വെച്ച് കയറി വരുമ്പോൾ തന്നെ ഇയാളെ ജഡ്ജ് ചെയ്യുമോ എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതുവരെ കണ്ടു പരിചയമില്ലാത്ത മുഖം വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് പുതിയ ആളെ കണ്ടെത്താമെന്ന തീരുമാനത്തിലെത്തുന്നത്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള 40 ദിവസം എന്നത് 30 25 20 അപ്പോഴേക്കും ശോഭന മേമിൻ്റെയൊക്കെ കാസ്റ്റിംഗ് കഴിഞ്ഞു. അപ്പോഴും വില്ലൻ നന്നായില്ലെങ്കിൽ ഈ സിനിമ പാളം. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഹിന്ദിയിൽ നിന്നും ആരെയെങ്കിലും കൊണ്ടുവരാമെന്ന് തീരുമാനമായി. എന്നിട്ട് നമുക്ക് ഡബ് ചെയ്യിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അതിനിടെ മലയാളത്തിൽ നിന്ന് 2-3 തിയേറ്റർ ആർട്ടിസ്റ്റുകളെ കൊണ്ട് ചെയ്യിച്ചു നോക്കി. പക്ഷേ അവർക്കത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെ വെച്ച് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇത് നിൽക്കില്ല എന്ന ഫീൽ വന്നു. അവസാനം ഇതൊരു ഹിന്ദി നടനിൽ തന്നെ എത്തി. അദ്ദേഹം മലയാളം പഠിക്കാൻ റെഡിയായി. പുള്ളിക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴും സുനിൽ സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെയാണ് ഒരു ദിവസം സുനിൽ പ്രകാശേട്ടന്റെ ഫോട്ടോ കാണിക്കുന്നത്. ഇയാൾ അഭിനയിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. ലുക്ക് വൈസ് പെർഫെക്റ്റ് ആണ്, അഭിനയിക്കുമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 2 പേരും കൂടെ പ്രകാശ് വർമ്മ ചേട്ടനെ കാണാൻ വേണ്ടി മുംബൈയിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോകുന്നത്. തരുമൂർത്തി പറഞ്ഞു നിർത്തി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.